ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് നാളെ കളി ഇപ്പോൾ ആര് ജയിക്കുന്നു പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരിക്കലും ഇന്ത്യ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ രണ്ട് ടീമായാലും ഏകദേശം ഇക്വലൻ്റ് അല്ലെങ്കിൽ സെയിം വേവ് ലെന്ത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ രണ്ട് ടീമിനും പോസിറ്റീവ് നെഗറ്റീവ്സ് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൽ നമുക്ക് തുടങ്ങാം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ വലിയൊരു പോസിറ്റീവ് ഞാൻ കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഹെഡ്മയർ ഇന്നേ വരെ കക്ഷീൻ്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വൺ ഡൗൺ ആയിട്ട് ഞാൻ കണ്ടില്ല. കക്ഷി അങ്ങനെ മരയ്ക്ക് കളിച്ചില്ല. നോർമലി കക്ഷി ഏകദേശം സെക്കൻഡ് ഡൗണോ അല്ലെങ്കിൽ തേർഡ് ഡൗൺ അല്ലെങ്കിൽ അയാൾ ഏകദേശം ഫിനിഷറൊക്കെ ആയിട്ടാണ് വരാറ്. നമ്മുടെ IPL രാജസ്ഥാൻ റോയൽസിനൊക്കെ വേണ്ടി കളിച്ചാണല്ലോ ഒരുപാട്. അവർ RCBക്ക് കളിക്കുകയാണെങ്കിലും ഹെഡ്മയർ വൺ ഡൗൺ അല്ല, സെക്കൻഡ് ഡൗണും തേർഡ് ഡൗണും ഒക്കെ ആയിട്ട് ഇറങ്ങി കളിച്ചേ. പക്ഷേ ഇപ്പം സാമി, നമ്മുടെ ഡാരൻ സാമി, അയാൾ നല്ലൊരു കണ്ടുപിടുത്താണ് വൺ ഡൗൺ ആക്കി ഹെഡ്മയറെ ഇറക്കിയത്. അതുകൂടാതെ ഹെഡ്മയർ നല്ല ഫാസ്റ്റ് പേസ് ആയിട്ട് റൺ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ നമ്മുടെ ഹോപ്പിനെ പോലെയോ അല്ലെങ്കിൽ കിങ്ങിനെ പോലെയുള്ളൊരു പ്ലെയറല്ല. അതും കൂടാതെ ഹെഡ്മയർ നല്ല ഫോമിലാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പം ഏറ്റവും കീൻ വിക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്മയർ തന്നെയായിരിക്കും മുന്നിൽ തന്നെ. കാരണം ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ കക്ഷിൻ്റെ ഫോം തന്നെ മെയിൻ കാരണം. പിന്നെ ഷായ് ഹോപ്പ്, നമ്മുടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റൻ, കക്ഷി സ്റ്റാൻഡ് ചെയ്ത് നിന്ന് അവസാനം വരെ ഏകദേശം 10 to 15 ഓവേഴ്സ് വരെ കളിക്കാനുള്ള പ്ലെയറിലൊരു മനുഷ്യനാണ്. അല്ലാതെ നമ്മുടെ കിങ്ങിനെ പോലെയോ ഹെഡ്മയറെ പോലെയോ അല്ലെങ്കിൽ റുത്തർഫോർഡ് അങ്ങനത്തെ അടിച്ച് പോകുന്നൊരു മനുഷ്യനല്ല. സോ ബേസിക്കലി ഷായ് ഹോപ്പാണ് അടുത്തൊരു കീൻ വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടത്. കക്ഷി സൗത്ത് ആഫ്രിക്കനോട് കളിച്ച എൻ്റയർലി ഓപ്പോസിറ്റ് രീതിയിലാണ് കളിച്ചത്. പൊതുവേ കിങ്ങിന് അടുപ്പിക്കും, പിന്നെ ഹെഡ്മയർ അടുപ്പിക്കും, പവൽ അടിക്കും. കക്ഷി ഒരു സൈഡിൽ നിന്നിട്ടാണ് സാധാരണ കളിക്കാറ്. പക്ഷേ സൗത്ത് ആഫ്രിക്കനെതിരെ കക്ഷി കളിച്ച രീതി തന്നെ വലിയൊരു സർപ്രൈസിങ് ഫാക്ടറാണ്. കക്ഷി മാത്രമല്ല, വെസ്റ്റ് ഇൻഡീസിലെ എല്ലാ പ്ലെയേഴ്സും സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ കളിച്ചതിൻ്റെ വലിയൊരു ഇതാണ്. വെറും അറ്റാക്കിങ് ഫ്രെയിം ഓഫ് മൈൻഡിലാണ് സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ കളിച്ചത്. എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഇൻഡീസ് അന്ന് ടാർഗറ്റ് ചെയ്ത് 250 റൺസാണ് മോസ്റ്റ്ലി. അതുകൊണ്ട് അവർക്ക് പണിയും കിട്ടി. പക്ഷേ 176 അവസാനം എടുത്തു. വേറൊരു പോസിറ്റീവ് വെസ്റ്റ് ഇൻഡീസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ബാറ്റിംഗ് ഓർഡർ ടൈലൻഡേഴ്സ് വരെ നല്ലോണം ബാറ്റ് ചെയ്യും. പൊതുവേ നമ്മുടെ റസലും പൊളാഡില്ല കാലത്താണെങ്കിലും ഏകദേശം 7 to 8 വരെ നല്ലോണം ബാറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആ ഒരു കാര്യം ഡാരൻ സാമി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്നത് എനിക്ക് നന്നാവുകയെന്ന്. അതിപ്പം വെസ്റ്റ് ഇൻഡീസ് ആയാലും ഇന്ത്യ ആയാലും. ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ്റെ ചേസിങ് ഇന്നേ വരെ മര്യാദയ്ക്ക് കളിച്ച് ജയിച്ചില്ല. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഇന്ത്യ ചേസ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ജയിച്ചില്ല. ഇന്ത്യക്ക് ആകെ കൂടി ചേസ് ചെയ്യാൻ കിട്ടിയൊരു കളി നമ്മുടെ സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെയാണ്. അതും 176 റണ്ണറ്റല്ലേ എടുത്തുള്ളൂ. അതുപോലും നമുക്ക് മര്യാദയ്ക്ക് ചേസ് ചെയ്യാൻ പറ്റിയില്ല. അതും നരേന്ദ്രമോദി സ്റ്റേഡിയം, നല്ലൊരു ബാറ്റിംഗ് പിച്ചില്ല സ്ഥലത്ത്. അതുകൊണ്ട് പ്രഷർ സിറ്റുവേഷനിൽ വെറും അടിക്കൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ ശരിക്കും KL രാഹുലിനും ശ്രേയസ് അയ്യറിനും ഈ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് മിസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ഈ വേൾഡ് കപ്പ് സ്ക്വാഡിലെ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തത് കറക്റ്റ് രീതിയിലല്ല. അത് ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല, എല്ലാ ടീമിനെ വെച്ച് കളിച്ച് ജയിപ്പിക്കണം. അപ്പം ഒരിക്കലും ഈ ഒരു ടീം ഒരു 180 വന്നിട്ടുണ്ടെങ്കിൽ അതിപ്പം ചേസ് ചെയ്ത് ജയിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ടീം വലിയ സിംബാബ്വേയോ സ്കോട്ട്ലൻഡോ UAE ഒമാനോ അങ്ങനത്തെ ചെറിയ ടീമൊന്നുമല്ല. വെസ്റ്റ് ഇൻഡീസ് ആയാൽ പോലും വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളിംഗ് അത്ര പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ അത്ര സ്ട്രോങ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വെസ്റ്റ് ഇൻഡീസിൽ ഇപ്പോൾ അഖിൽ ഹുസൈൻ ഉണ്ട്, ഹോൾഡർ ഓക്കെ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചും ഷെപ്പേർഡൊക്കെയാണ്. ഷെപ്പേർഡൊക്കെ ഓരോ ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. അതുകൊണ്ട് പിന്നെ മോത്തിന് അടിയും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വിക്കറ്റും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഷമാർ ജോസഫ്, മാത്യു ഫോർട്ട്. എന്നാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളിംഗ് അത്ര ഒരു സ്ട്രോങ് അല്ല. അതൊരു ഇന്ത്യക്കൊരു ബെനിഫിറ്റുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ സുനിൽ നാരായണൊന്നും ഇല്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ്റെ ബാറ്റിംഗ് ലേശം കൂടി ഒന്ന് സ്ട്രോങ് ആയി നിന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു പക്ഷേ ജയിക്കാം. പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് വെസ്റ്റ് ഇൻഡീസിന് കിട്ടിയിട്ട് വെസ്റ്റ് ഇൻഡീസ് ഒരു 180-200 ആണെങ്കിലേ പണി പാടും. ഇന്ത്യൻ്റെ വലിയൊരു പോസിറ്റീവ് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്പ്രീത് ബുംറ. പുള്ളിക്കാരൻ വിക്കറ്റും എടുക്കേണ്ടത്, അതുപോലെ എക്കണോമി വളരെ 5 ആണ്, 6 to 5 ആ റേഞ്ചിലാണ് കൊടുത്തത്. കഴിഞ്ഞ കളിയിൽ ബെന്നറ്റ് 1-2 അടി അടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ.
പിന്നെ ഫസ്റ്റ് ചേഞ്ച് ബുംറ വരരുത്. എപ്പോഴും ബുംറേനെ പോലത്തെ ഒരു കളിക്കാരൻ ഓപ്പണിംഗ് സ്മെല്ല് തന്നെ ചെയ്യണം, പ്രത്യേകിച്ചും 2020. ഹർഷദീപും ബുംറയും ഓപ്പണിംഗ് സ്മെല്ല് വരണം. പിന്നെ ഫസ്റ്റ് ചേഞ്ച് ഹാർദിക് പാണ്ഡ്യ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് വരുൺ ചക്രവർത്തി. കക്ഷി വേൾഡ് കപ്പിൽ വരുന്ന മുന്നേ തന്നെ നല്ല ഫോമിലാണ്, വേൾഡ് കപ്പിലും നല്ല ഫോമിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കളിയിൽ സൗത്ത് ആഫ്രിക്കേൻ്റെ കളിയിൽ പണി കിട്ടി, അതുപോലെ തന്നെ സിംബാവിൻ്റെ കൂടെ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ കക്ഷിക്ക് നല്ല വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് അറ്റാക്കിംഗ് ആണ് അവർ നോക്കുക, വരുണിനെ ആദ്യം അടിക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അടി കിട്ടുകയാണെങ്കിലും വിക്കറ്റും അതുപോലെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. വരുൺ ചക്രവർത്തിനെ അത്ര എളുപ്പമല്ല അടിക്കാൻ. ഒന്നാമത് പുള്ളിക്കാരൻ ബോളിങ് അങ്ങനെയാണ്. അതാണ് വേറൊരു ബെനിഫിറ്റ്. പിന്നെ ഒരു ഹാർദിക് പാണ്ഡ്യ. ഈ 3 ബോളേഴ്സ് ഒഴികെ ബാക്കിയുള്ള 2 ബോളേഴ്സ്, നമ്മുടെ ഹർഷദീപ്, പിന്നെ ചേഞ്ചായിട്ട് ചിലപ്പോൾ ശിവൻ ദുബെ വരും. കഴിഞ്ഞ കളിയിൽ ദുബെക്ക് വേണ്ട പോലെ കിട്ടിയതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു കളിയിൽ സിംബാവിൻ്റെ കൂടെ 2 ഓവറിൽ 45 റൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ ദുബൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്സർ പട്ടേൽ എന്തിനാ ഇവരുടെ കൂടെ ഒഴിവാക്കിയെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ ഒരുപാട് ബ്ലണ്ടർ മൂവ്മെൻ്റാണ് ഗംഭീർ തന്നത് നമുക്ക്. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഗംഭീർ മുന്നോട്ട് പോകും. ഇന്ത്യ ഈ കളിയിൽ തോറ്റ് പുറത്താണെങ്കിൽ ഗംഭീർക്കും പണി കിട്ടും, അതുപോലെ സൂര്യകുമാർ യാദവിനും പണി കിട്ടും. ഇന്ത്യ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ മറ്റുള്ള കളിക്കാർ കളിച്ചുകൊണ്ട് സൂര്യകുമാറിന് ഇത്രയും കൊല്ലം ക്യാപ്റ്റനായി നിന്ന് അത്രേ തന്നെ ഉള്ളൂ. സൂര്യകുമാർ US കൂടെയാണ് ഒരുപാട് കാലത്തിന് ശേഷം കളിച്ചത്. മര്യാദയ്ക്കൊരു കളി കഴിഞ്ഞ 1 വർഷം അവൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കളിച്ചിട്ട് ആൾ ക്യാപ്റ്റൻ ജയിച്ചിട്ട് വന്ന പോലെ തന്നെയാണ്. കക്ഷിൻ്റെ പ്രസ് കോൺഫറൻസും ഇപ്പോഴും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സഞ്ജു സാംസങ്ങിനെ കുറിച്ചൊരു പുച്ഛിച്ച കളി. അവസാനം കക്ഷി തന്നെ കഴിഞ്ഞ ഈ ടോസ് ഇടുമ്പോൾ കണ്ടില്ലേ, സഞ്ജു ടീമിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്രൗഡിൻ്റെ ആരവും ഒക്കെ കണ്ടപ്പോൾ കക്ഷിക്ക് തന്നെ ചിരിച്ച്. കക്ഷി തന്നെ പണി കിട്ടും, കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. പിന്നത്തെ ബാറ്റിംഗ്, ഇന്ത്യയുടെ ബാറ്റിംഗ് ഒരു പോസിറ്റീവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യ കിട്ടുകയാണെങ്കിൽ അതിന് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. ചേസിങ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ടോസ് കിട്ടിയിട്ട് ചെറിയ ഗ്രൗണ്ടാണ്, കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വെച്ചിട്ട കളി. ആര് ഫസ്റ്റ് ബാറ്റിംഗ് എടുത്താലും എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും എബവ് 190 to 200 ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 190 വെസ്റ്റ് ഇൻഡീസ് എടുത്തിട്ട് ഇന്ത്യ ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രഷർ സിറ്റുവേഷനിൽ കാര്യങ്ങൾ മൊത്തം മാറും. ഇന്ത്യയുടെ അടുത്ത ബെനിഫിറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ്, ഇപ്പോൾ അഭിഷേക് ശർമ്മ ഫോമിലായി, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, ഇഷാൻ കിഷാൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു വരുമ്പം എല്ലാവരും ഏകദേശം റണ്ണെടുത്ത് നിൽക്കുന്നുണ്ട്. ആരും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല കഴിഞ്ഞ കളി വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാലും ഇന്ത്യക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ കളി പ്രയാസമാണ് ജയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രഷർ സിറ്റുവേഷനിൽ ചേസിങ്ങിലൊക്കെ എങ്ങനെ കളിക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഒന്നാമത് സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെ ഒരിക്കലും 76 തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്ര നല്ല ബാറ്റിംഗ് പിച്ചിൽ ജസ്റ്റ് സ്റ്റാൻഡ് ചെയ്തിട്ട് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്താൽ 2-3 ഓവർ സ്റ്റാൻഡ് ചെയ്തിട്ട് പിന്നെ അടിച്ചാൽ പോരെ. ഒരു 10 ഓവറിൽ 95 ജയിക്കാനും ഒരു 7 വിക്കറ്റ് ഉണ്ടെങ്കിൽ അതല്ല നല്ലത്. അല്ലാതെ ആദ്യത്തെ 10 ഓവറിൽ തന്നെ ഒരു 7 വിക്കറ്റ് പോകുന്നില്ലല്ലോ. സഞ്ജു സാംസൺ ഒരു 15 അടിക്കണം. ഇൻഡീസിന് അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. നിങ്ങൾ സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ തോഴിഞ്ഞ പോലെ കരുതേണ്ട ആവശ്യമില്ല. അതുപോലെ ഇന്ത്യൻ്റെ ബാറ്റിംഗ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ അത് കളിച്ചത് ഓപ്പോണൻറ്റ് സിംബാബ്വെയാണ്. ആ ഒരു കാര്യമുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യ എങ്ങനെ കളിക്കുന്നത് കണ്ടറിയാം. ഇന്ത്യനെക്കാട്ടിയും മുൻതൂക്കം വെസ്റ്റ് ഇൻഡീസിനാണ്.